കഴിഞ്ഞ വർഷം നമ്മൾ ജോർജിയയിലേക്ക് ഒരു യാത്ര പോവുകയുണ്ടായി. ആ യാത്രയിലെ നമുക്ക് ടോപ്പ് അട്രാക്ഷൻസ് ആയി തോന്നിയ സ്ഥലങ്ങളുടെ ഒരു ഹൈലൈറ്റ്സ് ആണ് ഇവിടെ കാണുന്നത്. നമ്പർ 1, ടിബ്ലിസി. ജോർജിയ രാജ്യത്തിന്റെ തലസ്ഥാനമാണ് ടിബ്ലിസി. പാറക്കല്ലുകളിൽ നിറഞ്ഞ പഴയ പട്ടണം റഷ്യൻ ഭരണത്തിന് കീഴിലുള്ള ഒരു നീണ്ട സങ്കീർണമായ ചരിത്രത്തെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫുഡ്, മികച്ച ട്രാൻസ്പോർട്ടേഷൻ, ബജറ്റ് താമസ സൗകര്യം. ടിബ്ലിസി ബജറ്റ് യാത്രക്കാരുടെ ഒരു സ്വപ്നമാണ്. ടിബ്ലിസി എന്ന ഈ ഒരു തലസ്ഥാനം മാത്രം കാണാനായി ജോർജിയയിൽ വന്നാൽ തന്നെ നിങ്ങൾ നിരാശരാകില്ല. വളരെ ലൈവായുള്ള ഒരു സിറ്റിയും ഒരുപാട് കാണാൻ സ്ഥലങ്ങളും ചരിത്രങ്ങളും കാഴ്ചകളുമുള്ള ഒരു സ്ഥലമാണ് ടിബ്ലിസി. നമ്പർ 2, ഗദാവുരി. ജോർജിയയുടെ തലസ്ഥാനത്ത് നിന്ന് ഏകദേശം 2 മണിക്കൂർ അകലെ സ്ഥിതി ചെയ്യുന്ന സ്കീ റിസോർട്ടുകളുള്ള സ്ഥലമാണ് ഗദാവുരി. ജോർജിയ സ്കീ സീസൺ ചെലവഴിക്കാനുള്ള ഏറ്റവും നല്ല സ്ഥലമാണ്. പാരാഗ്ലൈഡിങ്ങും സ്കീയിങ്ങും ഒക്കെയുള്ള ഇവിടം പ്രകൃതി രമണീയമായ മൗണ്ടൻ ഏരിയയാണ്. നമ്പർ 3, കാസ്ബെക്കി. കാസ്ബെക്കി സന്ദർശിക്കാൻ പ്രത്യേകിച്ച് സീസണൊന്നും വേണ്ട. ഏത് സീസണിലും കാണാൻ പറ്റിയവരോടാണ് കാസ്ബെക്കി. ജോർജിയയിൽ ആകെ ഒരു സ്ഥലം മാത്രം സന്ദർശിക്കാൻ സമയമുള്ളെങ്കിൽ നീ വേറൊന്നും നോക്കണ്ട, നേരെ കാസ്ബെക്കിലേക്ക് കിട്ടും. ഗ്രാമീണ ജീവിതവും കൃഷിയും കന്നുകാലികളും തേനീച്ച വളർത്തലും വൈൻ നിർമ്മാണവും കോട്ടകളും കോക്കസസ് മലനിരകളും. കാസ്ബെക്കിയെ പറ്റി മാത്രം ഒരു വീഡിയോ വേറെ ചെയ്യേണ്ടി വരും. നമ്പർ 4, ജൂട്ട. കാസ്ബെക്കി നാഷണൽ പാർക്കിന്റെ ഒരറ്റത്തായി കോക്കസസ് പർവ്വതനിരകളിൽ റഷ്യയുടെ അതിർത്തിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു പർവ്വത ഗ്രാമമാണ്. ഒരു പർവ്വത ഗ്രാമം ആയത് കാരണം കുതിരപ്പുറത്തോ ഹൈക്ക് ചെയ്തോ ആണ് ഇവിടെ സ്ഥലങ്ങൾ കാണാനാകും. അധികം ആളുകൾ സന്ദർശിക്കാതെ ഒറ്റപ്പെട്ടിരുന്ന ഈ ഗ്രാമം സെറ്റ ക്യാമ്പിങ്ങിന്റെ വരവോടെയാണ് പ്രസിദ്ധമായത്. നമ്പർ 5, അനനൂരി. കാസ്ബെക്കി പട്ടണത്തിലേക്കുള്ള യാത്രയിൽ നിങ്ങൾക്ക് അനനൂരി കാസിൽ ഒഴിവാക്കാനാവില്ല. അരഗ്വി നദിയിലെ ഈ കോട്ട ജോർജിയയിലെ ഏറ്റവും മികച്ച സംരക്ഷിത സ്മാരകങ്ങളിൽ ഒന്നാണ്. ടിബിലിസിയിൽ നിന്ന് 70 കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അനനൂരിൽ നിന്ന് ഗോരി ഗ്രാമത്തിലേക്ക് പോകും വഴി നമുക്ക് റോഡുകൾക്കിരുവശവും കാറ്റാടി യന്ത്രങ്ങൾ കാണാനാവും. ഒരല്പനേരം അവിടെ ചിലവഴിച്ച് നമുക്ക് ഉപ്ലിസിക്കയിലേക്ക് പോകാം. നമ്പർ 6, ഉപ്ലിസിക്ക. ജോർജിയയിലെ ഏറ്റവും പുരാതനമായ നഗരമാണ് ഉപ്ലിസിക്ക. ആദ്യകാല ഇരുമ്പുയുഗം മുതൽ മധ്യകാലഘട്ടം വരെയുള്ള വിവിധ സ്ട്രക്ചറുകൾ ഇവിടെയുണ്ട്. ക്രിസ്തുമതത്തിന്റെ ആഗമനത്തിന് മുമ്പ് ആരാധിച്ചിരുന്ന സൂര്യദേവതയുമായി ബന്ധപ്പെട്ട നിരവധി ക്ഷേത്രങ്ങളും അവശേഷിപ്പുകളും പുരാവസ്തു ഗവേഷകർ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. മംഗോളുകളുടെ പടയോട്ടത്തിൽ ഈ നഗരം ചുട്ട് ചാമ്പലാക്കപ്പെടുകയായിരുന്നു. ചരിത്ര കുതികൾക്ക് ഒഴിവാക്കാനാകാത്ത ഒരിടമാണ് ഉപ്ലിസിക്ക. നമ്പർ 7, ഗാസ്ട്രോണമി. ജോർജിയൻ ഫുഡിനെ രുചികരമാക്കുന്ന അതിൻ്റെ പല കാറ്റഗറിയിലുള്ള ഫ്ലേവേഴ്സാണ്. നിങ്ങൾക്ക് മെഡിറ്ററേനിയനിൽ നിന്നും തുർക്കിയിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നുമുള്ള രുചികളുടെ ഒരു മിക്സ്ചർ ഇവിടെ ലഭിക്കും. വാൽനട്ട്, മാതള നാരങ്ങ, ബീൻസ്, ചീസ്, തേൻ, മല്ലിയില, വെളുത്തുള്ളി എന്നിവയാണ് ഏറ്റവും സാധാരണമായ ചേരുവകൾ. പൊതുവെ ജോർജിയയിലെ ഭക്ഷണ മെനുവിൽ ധാരാളം റൊട്ടി, പേസ്ട്രി, ചീസ് എന്നിവ കൂടുതലാണ്. പ്രത്യേകിച്ച് ചീസ് വളരെ കൂടുതലാണ്. ഹോണറബിൾ മെൻഷൻ ജോർജിയൻ വൈൻ. ലോകത്തിലെ ആദ്യത്തെ വീനിൻ്റെ സൃഷ്ടാക്കൾ എന്ന് കണക്കാക്കുന്നത് സൗത്ത് കോക്കസസിലെ ജനങ്ങളാണ്. BC 6000 കാലഘട്ടത്തിൽ ഇവിടെയുള്ള ആളുകൾ മുന്തിരി ജ്യൂസ് മഞ്ഞിനടിയിൽ കുഴിച്ചിട്ട് വീഞ്ഞാക്കി മാറ്റാമെന്ന് കണ്ടെത്തിയതായി പഠനങ്ങൾ തെളിയിക്കുന്നു. നമ്പർ 8, പ്രോമിത്യൂസ് കേവ്. സോവിയറ്റ് യൂണിയനും അമേരിക്കയുമായുള്ള ശീതയുദ്ധ സമയത്ത് അമേരിക്കയുടെ ആണവ ഭീഷണിയിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാമെന്ന സ്ട്രാറ്റജിയുടെ ഭാഗമായി USSR രാജ്യവ്യാപകമായി ഭൂഗർഭ ഗുഹകൾക്കായി തിരച്ചിൽ തുടങ്ങി. അങ്ങനെ 1980കളുടെ തുടക്കത്തിൽ കണ്ടെത്തിയ 11 കിലോമീറ്റർ നീളമുള്ള ഗുഹയാണ് പ്രോമിത്യൂസ് കേവ്. 1.8 കിലോമീറ്റർ മാത്രമാണ് സന്ദർശകർക്കായി തുറന്നു കൊടുത്തിട്ടുള്ളത്. പ്രകൃതിയുടെ കരവിരുതുകൾ നിറഞ്ഞ ഈ യാത്രയിൽ ഭൂമിക്കടിയിലൂടെ പോകുന്ന ഭൂഗർഭ നദിയിൽ നമുക്ക് ബോട്ട് യാത്ര ചെയ്യാനും സൗകര്യമുണ്ട്. നമ്പർ 9, മാഡ്വിലി കാനോൺ. കാനോണുകളുടെ ഇടയിലൂടെ അബാഷി നദിയിലൂടെ ഒരു യാത്രയുണ്ട്. ഒരു വളവ് തിരിഞ്ഞ് ബോട്ട് തുഴഞ്ഞ് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തുമ്പോൾ എല്ലാവരും നിശബ്ദരായ ആ ഒരു നിമിഷത്തിൽ ലയിച്ചിരിക്കും. കുട്ടൈസിൽ വന്നാൽ മസ്റ്റായും കാണേണ്ട ഒരു സ്ഥലമാണ് മാഡ്വിലി കാനോൺ. നമ്പർ 10, ജോർജിയൻ കൾച്ചർ. ജോർജിയ വരുന്നവർ കൂടുതലും ടിബ്ലിസി, ഗദാവുരി, കാസ്ബെക്കി, കുട്ടൈസി, ബത്തൂമി അവിടെയൊക്കെയുള്ള അട്രാക്ഷൻസ് കണ്ടിട്ട് പോരുകയാണ് പതിവ്. സിറ്റിയിലെ തിരക്കിൽ നിന്നും മാറി ജോർജിയൻ ഗ്രാമങ്ങളിലേക്ക് ചെന്നാൽ ഗ്രാമത്തിലുള്ളവരുടെ സ്നേഹം നമുക്ക് കാണാനാവും. വളരെയധികം ഹോസ്പിറ്റാലിറ്റി ഉള്ള ആളുകളാണ് ജോർജിയക്കാർ. നമ്മളുടെ വിശേഷങ്ങൾ ചോദിച്ചറിയുകയും നമ്മളെ ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കുകയും ചെയ്യുമാവും. അവർക്ക് ആകാംക്ഷയാണ് നമ്മൾ എന്തുകൊണ്ടാണ് സിറ്റിയിലെ ടൂറിസ്റ്റ് സ്പോട്ടൊക്കെ വിട്ട് ഈ കൊച്ചു ഗ്രാമത്തിൽ വന്നതെന്ന്. ആളുകളുടെ സർവീസ് ആണെങ്കിലും അവർ വിൽക്കുന്ന പ്രൊഡക്ട്സ് ആണെങ്കിലും മാന്യമായ ഒരു റേറ്റ് പറഞ്ഞാണ് അവരെല്ലാം ചെയ്യുന്നത്. ഗദാവുരി പോലെയുള്ള ക്രൗഡഡായ ടൂറിസ്റ്റ് പ്ലേസുകൾ എക്സെപ്ഷൻ ആണെങ്കിലും ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളിലും ആളുകൾ മാന്യമായ വിലയിലാണ് സർവീസ് നൽകുന്നത്.
നമ്പർ 11 മെസ്റ്റിയ. ടിബ്ലിസിൽ നിന്ന് 450 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് മെസ്റ്റിയ. സാനറ്റി റീജിയനിലുള്ള ഒരുപാട് യാത്രകളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെ നിന്നാണ്. മൗണ്ട് ഉഷ്ബായിലെ ഗ്ലേസിയറിലേക്കുള്ള ഹൈക്കിംഗ് പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതും ആൽപൈൻ താഴ്വാരങ്ങളിലൂടെ കുതിരസവാരി ചെയ്യാനാവുന്നതും മഞ്ഞുകാലത്ത് സ്കീ ചെയ്യാനാവുന്നതും തുടങ്ങി ജോർജിയൻ വംശീയരായ സ്വാനുകളെ കൂടുതൽ അറിയാനുമെല്ലാം ഇവിടെ വന്നാൽ സാധിക്കും. ഒരു പട്ടണത്തിൻ്റെ സൗകര്യങ്ങളും എന്നാൽ നൂറ്റാണ്ടുകൾ പഴയ കെട്ടിടങ്ങളും കോട്ടകളും ജീവിത രീതികളുമെല്ലാം നമുക്കിവിടെ കാണാം. നമ്പർ 12 ഉഷ്കുലി. ഒന്ന് ടൈം ട്രാവൽ ചെയ്ത് 200-300 വർഷം പുറകിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹമുണ്ട്. എന്നാൽ ഒന്നും നോക്കണ്ട, നേരെ ഉഷ്കുലിയിലേക്ക് കിട്ടും. BC 1-ാം നൂറ്റാണ്ട് മുതൽ താഴ്വര കാത്തു സൂക്ഷിക്കുന്ന പച്ചക്കണ്ണുകളുള്ള ജോർജിയൻ ഗോത്രമായ സ്വാനുകളുടെ നാട്ടിലേക്ക്. 1000-ലധികം വർഷം പഴക്കമുള്ള ശിലാഗോപുരങ്ങളും അതിലധികം വർഷം പഴക്കം ചെന്ന സംസ്കാരവുമുള്ള ഉഷ്കുലി. ഉഷ്കുലിയിലെ വിശേഷങ്ങൾ മാത്രമായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഉഷ്കുലിയിലേക്ക് പോവുകയാണെങ്കിൽ അത് വേറിട്ടൊരു അനുഭവം തന്നെയായിരിക്കും. വീഡിയോ ഇഷ്ടമായി മറ്റുള്ളവർക്ക് കൂടെ അയച്ചു കൊടുക്കാൻ മറക്കല്ലേ. The name is Yunus Yusuf. Signing off.